ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. നമ്മൾ പറയില്ലേ, ചില ദിവസം നമ്മളെന്താ പറയുക, ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ നല്ല ഭംഗിയായ ഒരു ദിവസം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് പതിവുപടി ഇതേ രാവിലെ എണീറ്റ് കുട്ടികളൊക്കെ ഇതേ സജീവമായി. അപ്പോൾ ഇന്ന് ഉപ്പുമാവും പഴമായിരുന്നു. അപ്പോൾ ഞാനത് എക്സ്ട്രാ ഒരു നേന്ത്രപ്പഴം കൂടി പുഴുങ്ങി എന്തോ എനിക്ക് കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു നേന്ത്രപ്പഴം കൂടി പുഴുങ്ങിട്ടോ. അങ്ങനെ ദേ ഡൗൺ പോവുകയാണ്. അപ്പോൾ ദേ കുട്ടികൾ ഓരോരുത്തരായിട്ട് എണീറ്റ് അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു മുകളിൽ നിന്ന് എണീറ്റ് വന്ന് നേരെ ഒന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം കിടക്കും. ഇനിയിപ്പോൾ ക്ലാസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഔട്ടിങ്ങിന് പോകണം. അപ്പോൾ അത് കുട്ടികളോട് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ രണ്ടുപേരും ഇതേ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുളിക്കാനായിട്ട് പോകാനായിട്ടുള്ള നിൽപ്പണ് കേട്ടോ. അപ്പോൾ അവർ എണീറ്റ വഴിക്ക് ഒരു കുളീൻ്റെ ഡയപ്പറൊക്കെ മാറ്റി ഒരു ഉഷാർ കുളീൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യില്ല. ഇപ്പോൾ സ്കൂളിലും അവരതങ്ങനെ എന്താ പറയുക ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സേഫായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ വർഷക്കാലമാണ്, കുട്ടികൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ അവർക്കൊരു മടിയാവും, നമ്മൾക്കായാലും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിൽ ഡയപ്പർ ഇട്ടിട്ടാണ് കിടത്താട്ടോ. കാരണം ഞാൻ അത് തിരിച്ച് പറയാൻ കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് കുട്ടികളുടെ ഡയപ്പർ മാറ്റാറായില്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുണ്ട് അവരവരുടെ സൗകര്യം വരുമ്പോൾ അവരവർ തന്നെ മാറ്റിക്കോളുമല്ലോ. അപ്പോൾ അതുപോലെ കുട്ടികളായാലും നമ്മളിപ്പോൾ ചെയ്യണം അപ്പം ചെയ്യണം എന്നൊന്നും പറയണ്ട. അവരവരുടെ സമയമാകുമ്പോൾ അവരത് ശ്രദ്ധിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിക്കോളും. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. ഞാനൊരാളെയും ഒന്നിനും നിർബന്ധിക്കാറില്ല. എന്തിനാ അത് ഇടണേന്ന് ചോദിക്കാറില്ല, എന്താ ഇടാത്തേന്ന് ചോദിക്കാറില്ല. എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കളെ എങ്ങനെ നടത്തണം, എങ്ങനെ കൊണ്ട് നടക്കണം എന്ന് എല്ലാ അമ്മമാർക്കും അറിയാം. നമ്മളെക്കാൾ കൂടുതൽ കുട്ടികളുടെ സ്വന്തം അമ്മമാരാണ് കൂടുതൽ. അത് എല്ലാ അമ്മമാർക്കും മനസ്സിലാവും. നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്ന പോലെ വേറെ ആരും ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. പിന്നെ വളരെ അപൂർവം കാര്യങ്ങൾ വിട്ടുകളയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ അമ്മമാരോടും പറയാനുള്ളത്, നമ്മൾ അമ്മമാരോടല്ല അമ്മാമ്മമാരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ പൊന്നുപോലെ നമ്മൾ നോക്കി ഇവിടം വരെ എത്തിച്ചു. ഇനി അവരുടെ മക്കളെ നോക്കിക്കോളും. അപ്പോൾ നമ്മൾ അവരുടെ കാര്യം കൂടുതലൊന്നും അന്വേഷിക്കാണ്ടിരിക്കുക. അതാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയണ പോലെ എൻ്റെ പൂതിക്ക് ഞാൻ രണ്ടാളെ ഭംഗിയായിട്ട് വളർത്തി, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്താമെന്ന് പറയും. നമ്മൾ കാരണന്മാർ കുട്ടികളുടെ പേരിടണേൽ അല്ലെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ അത് എപ്പോഴും അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ കുട്ടികളുടെ പേരിടണ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ പേര് പറയും ഞാൻ ആ പേരിടാൻ പറഞ്ഞിട്ട് അവളത് സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വിളിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പേരിട്ടു, അവരവരുടെ ഇഷ്ടത്തിന് വിളിക്കാനായിട്ട് അവരുടെ മക്കൾക്ക് പേരിടട്ടെ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ അത് സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മൾ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ ചാക്കോച്ചൻ അക്കീര അവിടേക്ക് പോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ ഞങ്ങൾ പാച്ചുവിനെയും കൊണ്ട് സ്കൂളിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയല്ലോ, സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ തോമുവും അപ്പയും അമ്മയും കൂടി പോകണം. അപ്പോൾ ആദ്യം തോമുവിനെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു തോമുവിനെയും കൊണ്ടുപോകാം, അവനും കാണട്ടെ എല്ലാമെന്ന് വിചാരിച്ചിട്ട് അവരാണെന്ന് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ചാക്കോച്ചൻ ഓൾറെഡി റോസമ്മയും തക്കുടും അവിടെ ഉണ്ട്. അപ്പോൾ അക്കീര അവിടേക്കും പോൾസ് പാപ്പൻ്റെ അവിടേക്കും പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡയോൺ എന്നാണ് വരണേ. എനിക്ക് പാച്ചുവിനെ കാണുമ്പോൾ എപ്പോഴും ഡയോണിൻ്റെ പോലെ തോന്നും, അതാണ് കേട്ടോ. അപ്പോൾ പാച്ചു ഇങ്ങോട്ട് നീങ്ങി നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ പാച്ചുവിന് പോകണം അക്കീൻ്റെ വീട്ടിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ് പാച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പോയതല്ലേ, ഇന്ന് രാത്രിയാകുമ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. അപ്പോൾ ഇവർക്ക് ഞാൻ പറയാറില്ലേ, ഇവർ രണ്ടുപേരും ഭയങ്കര ദോസ്തുക്കളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ കെട്ടിപ്പിടിക്കലും ഉമ്മം കൊടുക്കലും യാത്രയാവലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മം വെച്ചതിനാണ് ഡിവൈന് സ്ട്രൈക്ക് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റിവെക്കും. ചാക്കോച്ചനെന്ന് വെച്ചാൽ എപ്പോൾ എവിടെ പോകുമ്പോഴും എല്ലാവർക്കും ഉമ്മം കൊടുത്തിട്ടാണ് ഇറങ്ങുക. അപ്പോൾ എവിടെയാണ് ഇനി ഒരു അബദ്ധം പറ്റുക, എനിക്കത് ഡിവൈനും ഡിമ്പിളിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ അത് ചോദിക്കാനും പറയാനൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല, ഞാൻ കുട്ടികളെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണെന്ന്, അത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ നെൽക്കതിരുണ്ടല്ലോ ഫുള്ള് കിളി കൊത്തിയിടും കേട്ടോ. പക്ഷേ സോറി കേട്ടോ, എനിക്ക് തൊണ്ട സുഖമായിട്ടില്ല.
പക്ഷേ ഞാൻ ഡിംപിളിനോട് എപ്പോഴും പറയുന്ന ഒരു ഡിംപിളിനോടല്ല കുട്ടികളോട് എപ്പോഴും ഞാൻ പറയും, ഈ നെൽക്കതിര് ശരിക്കും ഡിംപിളിൻ്റെ 13 വയസ്സിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവണിശ്ശേരിയിലുള്ള ഒരു അംബിക എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടാക്കി തന്നതാണ്. അവരുടെ വീട്ടിലെ നെല്ല് വെച്ച് കെട്ടി തന്നതാണ്. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്നുള്ള പോലെ ഞങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടീനെ കൊടുത്തിട്ട് അതിന് പകരം ആ ചേച്ചി ഇതാണ് കേട്ടോ എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി നെല്ലുണ്ടാക്കണ്ട, അപ്പോൾ എന്നാൽ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് കെട്ടിയതാണ്. അപ്പോൾ അന്ന് 13 വയസ്സാണ് ഡിംപിളിന്, ഇന്നിപ്പോൾ 32 വയസ്സാണ്. അപ്പോൾ ശരിക്ക് 13, 10, 23, 10, 33, 20 കൊല്ലം 19 വർഷമായി ആ സംഭവം അവിടെ കിടക്കണം. പക്ഷെ ഒരിക്കൽ എന്താ അറിയില്ല, ഇന്ന് ഡിംപിൾ പറയായിരുന്നു മനസ്സറിഞ്ഞ് കെട്ടിത്തന്ന സംഭവമാണ് മമ്മി അത്. കാരണം ഇത്രയും നാളായിട്ടും ഈ 19 വർഷത്തിൻ്റെ ഇടയിൽ എന്നും നിങ്ങൾക്ക് നോക്കിയറിയാം നെല്ലിങ്ങനെ കൊഴിഞ്ഞു കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, ആ നെല്ല് എപ്പോഴും അതുപോലെ തന്നെ, അതായത് ഇത് ഒക്കെ കൊഴിഞ്ഞല്ലോ ഇനി എടുത്ത് കളയാം എന്ന് ഇന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, 19 വർഷം എന്തായാലും അതവിടെ ഉണ്ടായി. അങ്ങനെ ചാക്കോച്ചനെ കൊണ്ടാക്കി വന്ന് ഞങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളും കൂടി ഉള്ള കാരണം എനിക്കൊരു ചെറിയ സമാധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഡിവൈൻ ഒരുങ്ങി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാച്ചു ചോദിക്കുക ഇങ്ങടെ പോണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിവൈൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ്, ചാക്കോച്ചന് നമ്മുടെ തോമോന് മറ്റേ വാക്സിൻ എടുക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് വർത്താനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോൺ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോൺ വന്നിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 11:30 ആയിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവരേണ്ട ലിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവർക്ക് പരസ്പരം പോകുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് പറയും, അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം എന്നൊക്കെ. അപ്പോൾ ഡിവൈനോട് ഞാൻ പറയായിരുന്നു സാധാരണ ഇങ്ങനെ കുർത്തകൾ ഇടാറില്ല, അപ്പോൾ ഡിവൈൻ്റെ അമ്മ എടുത്തു കൊടുത്ത അത്ര ഇത്. അപ്പോൾ വേറൊരു സ്റ്റൈലായി സംഭവം കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഡിവൈൻ ഇങ്ങനെ ഞാൻ കുർത്ത ഇട്ടിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഡോൺ വന്നപ്പോൾ അവരിതാ കയറി അവർ പുറപ്പെട്ടു. പാച്ചു വന്ന് ഗേറ്റൊക്കെ അടയ്ക്കാൻ പോയത്. അപ്പോൾ ഗേറ്റൊക്കെ അടച്ചിട്ട് പാച്ചു ദേ ഓടി വരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അവനും ഞാനും ഡിംപിളും ഒറ്റയ്ക്കായി, ഡാഡി ഇല്ല, ഡോണും അവരൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിനെ കൊണ്ട് ഒരു ഇതുമില്ല, ഒരു അക്ഷരം മിണ്ടാണ്ട് ഒരു വശത്ത് മിണ്ടാണ്ട് അവിടെ ഇരിക്കും കേട്ടോ. പാവം തോന്നും. അപ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു മാലയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നല്ല ഓരോ ലക്ഷ്മിയും എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു അരപ്പവൻ വലിപ്പം തോന്നുന്ന വെയിറ്റ് ഉണ്ട് മൊത്തത്തിൽ ഈ മാല. ശരിക്കും ഒരു കല്യാണത്തിന് നമ്മൾ ഹെവി മാലകളിടില്ലേ, അതിന് ഈ ഒരു ലക്ഷ്മി മാല മാത്രം ഇട്ടാൽ മതി. നല്ല ഇറക്കമുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10 പിടിയുടെ ഇറക്കമുണ്ട് സംഭവം. കാരണം ഈ നെക്കിൻ്റെ ഏറ്റവും അടിയിലേക്ക് പിന്നിലേക്ക് 2 ലക്ഷ്മി വീതം പോയിട്ടുണ്ട്. അപ്പോൾ ഈ നെക്ക് ശരിക്കും 10 പിടി കഷ്ടി ഉള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഈ മാല 10 പിടി ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഒരു മാലയും ഒരു ചെറിയൊരു നെക്ലസും താലിമാലയും ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതിപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടല്ല, കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കായാലും വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരെണ്ണം, അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ സ്വർണ്ണമാലകൾ അധികം ഉള്ളവരുടെ കയ്യിൽ നല്ല വെയിറ്റുള്ള മാലകളാണ് ഉണ്ടാവുക, 18ഉം 20ഉം പവനൊക്കെ ഉള്ളത്. അങ്ങനെ ഉള്ള ഉപയോഗിക്കുന്നവർക്ക് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മുടെ അഷ്ടലക്ഷ്മിയുടെ വളയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മാല ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു റെൻ്റലിനുള്ളവർക്കും ഒരു കല്യാണ കുട്ടിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അഷ്ടലക്ഷ്മിയുടെ വള എല്ലാ സൈസും നമ്മളുടെ കയ്യിലുണ്ട്. അഷ്ടലക്ഷ്മി ഉണ്ട്, പിന്നെ നമ്മുടെ എല്ലാ പാറ്റേണും ഉണ്ട്. ഇതും ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. കണ്ടമാനം പേര് ചോദിച്ചപ്പോൾ നമുക്കത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുകയാണ്. ഇനി ഇതിലും 2 പീസ് ബാക്കിയുള്ളൂ. 6-7 പെയർ കൊണ്ടുവന്നതാണ്, 2 പീസ് തന്നെ ബാക്കിയുള്ളൂ കേട്ടോ. ഇതൊരു ഇവർക്ക് അയക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ സാധാരണ അയക്കുന്നതിന് മുമ്പാണ് നിങ്ങളെ ഞാൻ കാണിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫോട്ടോസാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് മറ്റേ നവരത്നത്തിൻ്റെ ഇത് 2 എണ്ണം കൂടിയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്കിത് കാണുമ്പോഴാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാനും പറ്റും. അതാണ് ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒന്നും എന്താ പറയുക ഓർമ്മയുണ്ടാവില്ല. ഇത് നല്ല ലേഡി സ്റ്റോണിൻ്റെ നല്ല വളയാട്ടോ, കറക്റ്റ് ഗോൾഡ് അല്ല എന്ന് ഒരാളും പറയില്ല. അപ്പോൾ ഇത് റൂബി ഉണ്ട്, വൈറ്റും ഉണ്ട്. ഇത് സാധാരണ 2 ഉണ്ടാവാറില്ല സൈസ്, പക്ഷേ ഇത്
2:2 ഉണ്ട്. അപ്പോൾ 2:2 ആവശ്യപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് ഇത് ചോദിക്കാം. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. പിന്നത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. റൂബിയും വൈറ്റും പിന്നെ റൂബി വൈറ്റ് മിക്സും ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു പാറ്റേണിൽ കാണിക്കാം. ബാക്കിയൊക്കെ പാക്ക് ചെയ്ത സംഭവമാണ്. പിന്നീട് ഞാൻ ഓർത്ത അയ്യോ അതും കൂടി കാണിച്ചില്ലല്ലോ നിങ്ങളേന്ന്. പക്ഷേ ഞാനത് കാണിക്കാം കേട്ടോ. അതെ കണ്ടോ, ഫസ്റ്റ് കിടക്കുന്ന 2 റൂബി വൈറ്റാണ്. അപ്പോൾ അങ്ങനെയും വരുന്നുണ്ട്. റൂബി പ്ലെയിനും വരുന്നുണ്ട്, വൈറ്റ് പ്ലെയിനും വരുന്നുണ്ട്. പക്ഷേ റൂബി വൈറ്റ് സ്റ്റോക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2.8 മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇന്ന് പാക്ക് ചെയ്ത് പോയ സംഭവമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഭംഗിയുള്ള വളകളാണ്. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡിൻ്റെ വളകളാണ്. ഇതിപ്പോൾ ഇടയിൽ അപ്പുറം ഇപ്പുറം ഇതിട്ടിട്ട് ഇടയിൽ സാധാരണ വളകളിട്ടിട്ട് ആയാലും ഇത് ഒരു ഫങ്ഷൻ ഇടാനോ ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സാധാരണ ഒരു വളയിട്ട് ഒരു വാച്ചും അല്ലെങ്കിൽ ഒരു തടവള അപ്പുറത്തും ഇട്ട് ഇടാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോഴും ഇവിടെ ഡിവൈന് വന്നിട്ടുള്ള ഒരു കൊറിയറാണ്. അപ്പോൾ ഞാനത് ഇത് ചെയ്യുമ്പോഴാണ് വന്നപ്പോൾ ജസ്റ്റ് അത് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. അങ്ങനെ സമയം 1 മണി ഒക്കെ ആയി. പരിപാടികളൊക്കെ കഴിഞ്ഞു. ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ വേഗം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണത്. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനൊക്കെ എന്തായാലും പുറത്ത് നിന്ന് കഴിച്ചിട്ടാവും വരിക. കുറേ ലേറ്റാവും, കുറേ സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറ് വയ്ക്കുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് കുക്കറിൽ അരി ഇട്ടിട്ട് ഗ്യാസുമ്മ വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ അത്രയും ഗ്യാസ് ലാഭിക്കാം, സമയം ലാഭിക്കാം. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുക. അപ്പോൾ ഡോനട്ടൊക്കെ ഞാൻ പൊട്ടിച്ച് ബോക്സിലാക്കി. പിന്നെ നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നു, അതും അങ്ങോട്ട് ഇന്നലെ എടുത്തത് അങ്ങനെ വെച്ച കാരണം ഓവനിൽ വെച്ച കാരണം ആരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് പുറത്ത് വെച്ചു. അല്ലെങ്കിൽ ഇതങ്ങനെ ഇരുന്ന് അറിയാണ്ട് പോവും. ഓവനിൽ വെക്കുമ്പോൾ ഞാൻ കളിയാക്കും കുട്ടികളെ, ഓവനിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണ പോലെയാണെന്ന് അവരുടെ വിചാരം എന്ന് പറയും. ഞാൻ മറന്നിട്ട് ഓവനിലേക്ക് കയറ്റി വെക്കിട്ടോ. അങ്ങനെ ഞാൻ ചോറ് വെച്ചു. കറികൾ ചിക്കനും ബീഫും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു കറി മതി കേട്ടോ. അപ്പോൾ ഡിമ്പിളിനായാലും അങ്ങനെ മതി, ഡാഡിക്കായാലും കുഴപ്പമില്ല. ഡോണാണ് പിന്നെയും ചാറ് ചോദിക്കുന്ന ആൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് തൽക്കാലം ഈ ഞാൻ ഇടയ്ക്ക് പറയാം ലെഫ്റ്റ് ഓവർ ഫുഡ് വെച്ചിട്ടുള്ള കളിയാണെന്ന്. ഇന്ന് ആ സംഭവമായിരുന്നു. അപ്പോൾ ഡാഡി ഇതാ പോസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പഴവും മുട്ടയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട കൊണ്ടുവന്നപ്പോൾ എനിക്ക് വെറുതെ 2 മുട്ടയും കൂടി പൊരിക്കാം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ വേഗം ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ കോഴിയും കുമ്പളങ്ങി ഇട്ട് വെച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ മുട്ടയെടുത്ത് പൊരിച്ചു. അപ്പം സബോളയും ഇതൊക്കെ കുറച്ച് കൂടുതലിട്ടപ്പോൾ ഓരോ മുട്ട മതി, ഓരോ ഓംലെറ്റ്. അപ്പോൾ അങ്ങനെയും കഴിച്ച് നല്ല രുചിയായിട്ടുള്ള, നമുക്ക് അറിയാമല്ലോ മുട്ട ഇങ്ങനെ പുറത്ത് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ ചൂടുള്ള ചോറ് മുട്ട പൊരിച്ചതിൻ്റെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. അപ്പോൾ അത് പിന്നെ ചിക്കനും അതെ ബീഫും അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും വെച്ച് അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അങ്ങനെ ഒരു പീസ് കേക്കൊക്കെ കഴിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിച്ച് ഇനിയിപ്പോൾ അവർക്ക് ഇന്ന് നേരത്തോടെ ഭക്ഷണം കൊടുക്കണമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഉച്ചതിരിഞ്ഞ് അക്കിയുടെ വീട്ടിലാണ് നമ്മുടെ തക്കുടൂനും റോസിയും വന്നിട്ടുണ്ട്. അപ്പോൾ തക്കുടൂനൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിവൈനും ഡോണും പിള്ളേരെയും കൊണ്ട്, അതായത് ചാക്കോനെയും കൊണ്ട് അവിടെ നിന്ന് വന്നു. അപ്പോൾ ഇവിടെ പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഒതുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നിട്ട് ഒതുക്കാം, കാരണം ഈ നേരത്തെ ഒതുക്കാൻ നിന്നാൽ ശരിയാവില്ല. പിന്നെ ഞാനാഴ്ച കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീറ്റ് കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ കിടക്കാനും പറ്റില്ല, കാരണം എൻ്റെ പട്ടികൾ അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർക്കുള്ള ഭക്ഷണം വേഗം റെഡിയാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞ് അവർക്ക് പാലും വെച്ച് കൊടുത്തു. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം പാലും പിന്നെ ചോറാണ് കൊടുക്കുക. ഇന്ന് തിരിച്ചാണ് ചെയ്തത്. ആദ്യം ചോറ് കൊടുത്തു, അത് കഴിഞ്ഞ് പാലും കൊടുത്ത് ബാക്കി ഇപ്പം പിന്നെ ഇടയ്ക്ക് ഞാൻ നനയ്ക്കലുള്ളൂ കേട്ടോ. കാരണം എങ്ങനെ വന്നാലും ശീതളടിച്ച് വെള്ളം പിന്നെ ഞാൻ ഇടയ്ക്കും തലയ്ക്കും ഇറങ്ങുമ്പോൾ നനയ്ക്കണം. രാത്രിയിലത്തെ നനയിനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത്രയും വലിയ വേനലൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പോണതിന് മുമ്പായിട്ട് എല്ലാതും ഒന്ന് ഒതുക്കി, കാരണം വരുമ്പോൾ എന്ത് തന്നെയായാലും ലേറ്റ് ആവും എന്നറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇതായിരുന്നു ഈ ഒരു ഫ്ലെക്സ് അടിക്കാറുള്ള. അപ്പോൾ ഇവനോട് ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞു, തക്കുടുവിന് ഞങ്ങളൊരു വലിയ ഫ്ലെക്സ് അടിച്ച് വെക്കും, എൻ്റെ അപ്പുറത്തെ പറമ്പ് കാലിയായി കിടക്കുന്നുണ്ട്, അവിടെ ഞാൻ വലിയ ഫ്ലെക്സ് അടിക്കേണ്ടി കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ കുട്ടിയെ അത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളത് എന്താക്കി അതൊരു ആഘോഷമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അവനും ഒരു എന്താ പറയുക ഒരു അത്ഭുതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ഫ്ലെക്സ് ഡിവൈൻ കല്യാണിലാണ് അടിച്ചത്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഡിംപിളും ഡിവൈനും കൂടിയിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ നമ്മുടെ സെലിബ്രേഷൻസിൽ യെല്ലോ കേക്ക്സാണ്, അവിടെ കേക്ക് ഏൽപ്പിച്ചു.
അപ്പോൾ 7 മണിയായപ്പോൾ കേക്ക് വന്നു. അപ്പോൾ കേക്ക് ഡിംപിളിൻ്റെ വകയാന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഫ്ലെക്സും കാര്യങ്ങളും കേക്കും ഇതൊക്കെ കൂടി അങ്ങോട്ട് ആക്കി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറായിട്ടോ. അപ്പോൾ ഡൗൺ 8:30 ആയപ്പോഴേക്കും വന്നു. 8:30 സോറി 7 മണിയൊക്കെ ആയപ്പോഴേക്കും വന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ വന്ന സ്റ്റോൺസാണ്, മൾട്ടി കളർ സ്റ്റോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഫിഷ് ടാങ്കിലും ചട്ടിയിലൊക്കെ ഇടുന്നത്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ കണ്ടപ്പോൾ എനിക്ക് പുറത്ത് വാങ്ങണേക്കാളും ഭയങ്കരമായിട്ട് വില വ്യത്യാസം തോന്നി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് 5 കിലോ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ 3 തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കർട്ടണൊക്കെ മാറി കിടക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വേറൊരു സംഭവം കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ഇടുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഡാഡി പറഞ്ഞു ഞാൻ തിരിച്ച് വരുമ്പോൾ കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ആദ്യം ഞങ്ങൾ നെല്ലൂന്ന് പള്ളിയുടെ കോർണറിലൊരു പൂക്കടയുണ്ട്, അവിടേക്കാണ് പോയത്. പക്ഷേ അവിടെ പൂട്ടി കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയതാണ്, ഈ ഒരു കാര്യം കൂടി ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ റിലയൻസ് കോട്ടയമ അവിടേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നല്ല പരിചയം ആ കട. കാരണം നമ്മുടെ ചാക്കോച്ചന് കെസ് ബേബിക്ക് എപ്പോഴും ഫ്ലവേഴ്സ് വാങ്ങിക്കാനും എടുക്കാനൊക്കെ നമ്മൾ അതിൻ്റെ ആ കോർണറിൽ. അപ്പോൾ ഇന്ന് ഡിവൈനും ഡോണും മോനും കൂടി പോയ സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു, വണ്ടി ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റാണ്ട് വന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 കൂട്ടം വാങ്ങിച്ചു കേട്ടോ. ഞാൻ എന്താണെന്നുള്ളത് കാണിക്കാം. പിന്നെ ഒരു സംഭവം കെസ് ബേബിക്ക് വെക്കാനുള്ളതും കൂടി വാങ്ങി. അങ്ങനെ ഞങ്ങളൊരു നൈറ്റ് ട്രിപ്പ് എന്നുള്ള പോലെ ഒരു വട്ടം കറങ്ങി. അതായത് ലൂർദ് പള്ളി വരെ കോട്ടയമ വരെ പോയി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ എന്താ പറയുക, തിരിച്ച് വരുമ്പോഴേക്കും ഡാഡി റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയും കൂടി കയറി ഞങ്ങൾ നേരെ അക്കിയുടെ വീട്ടിലേക്ക് പോയി. ഇനിയാണ് സർപ്രൈസ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇത് കണ്ടപ്പോൾ ആകെ അവന് ഭയങ്കര എന്താ പറയുക, ചമ്മലും നാണക്കേടും ഒക്കെ കൂടിയിട്ട്. കാരണം എന്താ വെച്ചാൽ തക്കുടൂന്ന് അതുമ്പോൾ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും അവനെ കളിയാക്കും. കുഞ്ഞിലേ തൊട്ട് എൻ്റെ തക്കുടൂന്ന് വിളിച്ചാൽ മതി, തക്കുടൂന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ വലുതായപ്പോൾ അവനത് വലിയൊരു നാണക്കേട്, എല്ലാവരും തക്കുടൂന്ന് വിളിക്കുമ്പോൾ. അങ്ങനെ ഇതേ മാലയിട്ടു. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അവൻ ശരിക്കും പറഞ്ഞാൽ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കളിയാക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞാൻ വലിയൊരു ഫ്ലെക്സ് അടിച്ച് കഴുത്തിലൊരു മാലയൊക്കെ ഇടിച്ചിട്ട് നോക്കിക്കോ നീ എന്ന് പറഞ്ഞപ്പോൾ അവൻ തമാശയാണെന്ന് വിചാരിച്ചു. ഞങ്ങളെന്ത് കാണിച്ചു അതങ്ങോട്ട് പ്രാവർത്തികമാക്കി എന്ന് പറയില്ലേ. ശരിക്കും എന്താ പറയുക, എനിക്കും മനസ്സ് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ അത് കേക്കും എന്താ പറയുക എല്ലാതും കൂടി ആയപ്പോൾ അവനും ഭയങ്കര സന്തോഷം. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ ഒരു ആഘോഷത്തിൽ. പിന്നെ അന്നയും ഡയോണും പുറത്താണുള്ളത്. പിന്നെ ചേച്ചി ഇതൊക്കെ കണ്ട് മുകളിൽ ഇരിക്കുന്നുണ്ടാവും. ചേച്ചിയാണല്ലോ നമ്മളെക്കൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കണത്. നീ എനിക്ക് വേണ്ടി അത് ചെയ്തോളൂ, നീ ഇത് ചെയ്തോളൂ എന്ന് പറയണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ അതനുസരിച്ചാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജോർജേട്ടൻ പറയായിരുന്നു, നമ്മളുടെ അവിടെ ഒരു മൂലയിൽ ഒരു കുട്ടിയുടെ ഫ്ലെക്സ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതാണ് നമ്മൾ പറയണത്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ അത് കിട്ടും. അപ്പോൾ അതിന് ഇരട്ടി മധുരവും. ഇപ്പോൾ ഇത് ജോർജേട്ടൻ്റെ ചിരി പിന്നിലത്ത് നോക്കിയാൽ അറിയാം, ആളങ്ങനെ കുറേ തുറന്ന് ചിരിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ച് ചേച്ചിയുടെ മരണശേഷം. പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം ആളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ആഗ്രഹം ഉണ്ടായിരുന്നു, ആരോടും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പറയണേ, ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. അങ്ങനെ നമ്മുടെ തക്കുടുവിന് കുട്ടികളെ കൊണ്ട് പൂക്കൾ ഓരോന്ന് കൊടുപ്പിച്ചു, മാലയിട്ടു, ഫ്ലെക്സൊക്കെ അടിച്ച്. അപ്പോൾ അത് എന്താ പറയുക, റോസയ്ക്കും ഭയങ്കര സന്തോഷമായി. ശരിക്കും നമ്മുടെ എല്ലാവരും ഉള്ളപ്പോൾ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. കുട്ടികളൊക്കെ ജൂൺ ലാസ്റ്റ് വരും, അന്നയും ഡയോണൊക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പോകും. ഇതിപ്പോൾ ഈ ചൂട്ടോടെ ചെയ്താലേ കാര്യമുള്ളൂ. കാരണം അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ആട്ടും ചൂട്ടൊക്കെ പോകാമെന്ന് പറയില്ലേ. അപ്പോൾ പിന്നെ കൈയോടെ അതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചേക്കാളൊക്കെ ഏറ്റവും ഭംഗിയായിട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഈ കാണുന്നവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹം മനസ്സിൽ ഒതുക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ നമ്മളെന്താ പറയുക, ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇതൊക്കെ വളരെ ചീപ്പ് കാര്യങ്ങളല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെ വിചാരിക്കരുത്. ഇതിലത്തെ നന്മ മാത്രം കാണാം. ഇങ്ങനൊരു സംഭവം കിട്ടുമ്പോൾ ആ മോൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്ലെക്സ് എവിടെയെങ്കിലും നീ സൂക്ഷിച്ചെടുത്ത് വെച്ചാൽ. കാരണം എൻ്റെ വീട്ടിൽ പലയിടത്തും നിങ്ങൾക്ക് ഫ്ലെക്സ് കാണാം, നമ്മൾ ഓരോ അവസരത്തിൽ അടിച്ചിട്ടുള്ളത്. ഇന്നും അതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതെൻ്റെ വീട് മാറ്റത്തിന് വെച്ചതാണല്ലോ, അല്ലെങ്കിൽ ഇതെൻ്റെ അതിന് വെച്ചതാണല്ലോ എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ ഏത് കാലത്തും അവന് ആ ഒരു ഇത് ഫ്ലെക്സ് കാണുമ്പോൾ. അപ്പോൾ ഇന്നത് കണ്ടപ്പോൾ ജോർജേട്ടൻ പറഞ്ഞു, നമ്മളുടെ റോസയുടെ കുർബാന സ്വീകരണത്തിന് അടിച്ച ഫ്ലെക്സ് നമ്മുടെ വീട്ടിൽ എത്രയോ കാലം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എന്തെന്നാ പറയുക, അപ്പം ഇതിൽ വലിയ എന്താ പറയുക, ഇതൊക്കെ വളരെ
ചെറിയ കാര്യം കൊണ്ട് വലിയ സംഭവം ആക്കാവുന്ന പോലത്തെ ഒരു കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. കുട്ടികൾക്കും അത് ഭയങ്കര ആഘോഷമായി. അപ്പം ഞങ്ങൾ കുട്ടികളോടും പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പഠിച്ച് വലിയ മക്കളായി മിടുക്കരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലെക്സ് അടിച്ച് മാലയിട്ട് തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ആഘോഷം. കാരണം അവർ നോക്കിയപ്പോൾ ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലാവേണ്ട പ്രായമായിട്ടില്ല. അപ്പോൾ റോസമ്മ ഇതേ അവർക്ക് ബുക്സും കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കിട്ടിയപ്പോൾ ഹാപ്പിയായി അവർ. അപ്പോൾ ഇത് നമ്മുടെ സെലിബ്രേഷൻസിലെ കേക്കാട്ടോ. എപ്പോഴും നമ്മൾ അധിക ഭാഗം സെലിബ്രേഷൻസിലാണ്. ഇപ്പം പണ്ട് തൊട്ട് അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ മാത്രമാണ് പിന്നെ മാറിയതിട്ട്. അപ്പോൾ നമ്മുടെ തക്കുടുവിൻ്റെ ഫോട്ടോ എടുത്തത് ഡിവൈൻ പറയുക പുരുഷനായി അവനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഈ 5 പേർക്ക്, ഞങ്ങൾക്ക് 3 പേർക്ക് കൂടിയിട്ട് 5 പേരക്കുട്ടികളാണ്. ആ 5 പേരക്കുട്ടികളിൽ മൂത്ത ആളാണ് റോസ. റോസയുടെ മോനാണ് ഇവൻ്റെ താഴെയാണ് ഇനി 6 ആൾ. 7 ആൺകുട്ടികളാണ് ഞങ്ങൾക്ക് കുടുംബത്ത്. അപ്പോൾ ഞങ്ങളുടെ മൂത്ത കുട്ടി, ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത പേരക്കുട്ടി എന്ന് പറയില്ലേ, അതാണ് തക്കുടു. അപ്പോൾ എല്ലായിടത്തും ഉള്ളതാണ്, ഈ കുട്ടികളുള്ളിടത്താണ് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യണതിന് മുമ്പ് അതിൻ്റെ മുകളിലുള്ള ചോക്ലേറ്റിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ. അത് തന്നെയാണ് ഇവിടെയും നടന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള വീടാണ്. അവനറിയാം എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കേണ്ടതെന്ന്. അവൻ ഇത് കട്ട് ചെയ്യുമ്പോഴേക്കും അവൻ പോയിട്ട് അവൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്കുള്ള കേക്ക് തായോന്ന് പറഞ്ഞിട്ട് അവൻ നിന്ന് തുടങ്ങി. അവൻ എന്നെ ഫസ്റ്റ് പീസ് കൊടുക്കുകയും ചെയ്തു കേട്ടോ. കാരണം അവൻ്റെ വീടാണിത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് എന്താ പറയുക, ഭയങ്കര സന്തോഷം. അപ്പം ഞാനും പറയാമായിരുന്നു, റോസയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം, എന്താ പറയുക. അപ്പോൾ അവൾ പറയുകയും ചെയ്തു, ഞാനോ അമൽ ചേട്ടനോ അങ്ങനെ കാര്യമായിട്ട് അവൻ്റെ ഒരു കാര്യവും ശ്രദ്ധിച്ചിട്ടില്ല, അവൻ തന്നെ നേടിയെടുത്ത വിജയമാണ് ഇതെന്ന്. അവന് ഇടത്തെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താവുമെന്ന് വിചാരിക്കേണ്ട, അവൻ ലെഫ്റ്റ് ഹാൻഡറാണ്, അവന് ഇടത്തെ കൈയാണ് അവൻ എല്ലാ കാര്യത്തിലും ചെയ്യുക കേട്ടോ. അങ്ങനെ എന്താ പറയുക. അപ്പോൾ റോസയുടെ മുഖവും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ നമ്മുടെ ഡിമ്പിളിൻ്റെ കൊച്ചിനുണ്ടാവുന്ന അതേ ഒരു സന്തോഷമാണ് നമുക്ക് റോസയുടെ മോനും ഉണ്ടാവുക. അപ്പം അങ്ങനെ ഞാനും ഇപ്പോൾ എനിക്കും എൻ്റെ അക്കിക്കും ഉള്ള ഒരു മോളായിട്ടാണ് ഇപ്പോൾ റോസ. മറ്റവരൊക്കെ പുറത്താണല്ലോ. ഇപ്പോൾ ഡിമ്പിളും റോസയാണ് ഞങ്ങൾക്ക് നാട്ടിലുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 3 പേരുമാണ്. അപ്പോൾ എപ്പോഴും ചേച്ചിയുടെ വീട്ടിൽ, അക്കിയുടെ വീട്ടിൽ കൂടണം എന്താണെന്ന് വെച്ചാൽ അക്കിക്ക് എല്ലാം കാണാനും കേൾക്കാനും എല്ലാ കാര്യത്തിലും പങ്കെടുക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് എറണാകുളത്തേക്ക് ഞങ്ങൾ പോയി എന്ന് വെച്ചാൽ അക്കിക്ക് അത് പറ്റില്ല. അല്ലെങ്കിൽ ജോർജ് ഏട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് മാറുകയാലും അത് പറ്റില്ല. എൻ്റെ വീട്ടിൽ വന്നാലും ചേച്ചിക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം അവിടെ കൂടാറുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ തറവാട് പോലെ പണ്ട് തൊട്ടേ കണ്ണംകുളങ്ങരയാണ് തറവാട്. ചേച്ചി നിൽക്കുന്ന വീടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കണക്കൂട്ടി. ഇവിടെ ആകുമ്പോൾ ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും കാണുകയും കേൾക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യാമല്ലോ. ചേച്ചി വെച്ചാൽ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് വസന്തേച്ചി ഇവിടെ ഇല്ല. വസന്തേച്ചി ഇന്ന് ഉച്ചയാകുമ്പോൾ വീട്ടിലേക്ക് പോയതാണ്. ആൾക്ക് മാസത്തിൽ പെൻഷൻ വരുന്ന ദിവസമൊക്കെ 2 ദിവസം പോകാറുണ്ട്. ഇനി മൺഡേ വരുള്ളൂ. അപ്പോൾ ബിരിയാണി ഏൽപ്പിക്കുകയും ചെയ്തത്, സൽക്കാരയിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ അതാവുമ്പോൾ ഇലയും ഏൽപ്പിച്ചു. അപ്പോൾ ആർക്കും പണിയില്ല. കാരണം ഇത് കഴിഞ്ഞാൽ റോസയും ജോർജേട്ടനും ഫ്ലാറ്റിലേക്ക് പോകും, തക്കുടും. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ പോൾസേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒന്നും വേണ്ട, വരണ സമയം മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കണ്ടമാനം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിരിയാണി ആകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അതുപോലെ ഞങ്ങൾ ഡൈനിങ് ടേബിളും വലിച്ചിട്ടില്ല. കാരണം നമ്മൾ 5 10 പേര്, പിന്നെ കുട്ടികളൊന്നും നിൽക്കില്ല. അപ്പോൾ വെറുതെ അത് ഇങ്ങോട്ട് വലിച്ചിട്ട് കുറേ അങ്ങോട്ട് വലിച്ചിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചു. കാരണം ചേച്ചിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ചേച്ചിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു ചേട്ടനാണ് അവിടെ ഉള്ളത്. അവർക്കൊരു പണി വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പം ബുദ്ധിമുട്ടല്ല, നമ്മൾക്കൊക്കെ അതൊരു സങ്കടം. അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യും. മാക്സിമം എന്താ പറയുക, പണികളൊക്കെ കുറച്ച് ഏറ്റവും ഭംഗിയായിട്ട് നാളെ മേലാക്കാം അയ്യോ അതൊരു ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാർക്കും തോന്നാത്ത രീതിയിലാട്ടോ ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സിപ്പപ്പ് ഉണ്ടായിരുന്നു. റോസമ്മായി എന്ന് പറഞ്ഞാൽ റോസ്മായി എന്ന് പറഞ്ഞാൽ സിപ്പപ്പ് എന്ന കുട്ടികളുടെ ഇത്. പിന്നെ പാട്ട് വെച്ചിട്ട് എൻ്റെ ഫോണിലാണ് പാട്ട് വെച്ചത്. അതുകൊണ്ട് എനിക്കതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഫുൾ ഡാൻസ് ആയിരുന്നു പിള്ളേരുടെ വക. പണ്ട് ഞങ്ങൾ കണ്ണംകുളങ്ങര ഹാളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുമ്പോൾ അന്ന് ഡിമ്പിളാണ് നിന്ന് കളിക്കുക. ഇന്ന് ആ സ്ഥാനത്ത് നമ്മുടെ പാച്ചും കളിച്ചു, ചാക്കോച്ചനും കളിച്ചു കേട്ടോ. തോമു പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്നടഞ്ഞ് കരഞ്ഞ് അവിടെ ഇരുന്നു. അങ്ങനെ പോണ നേരത്തെ ചാക്കോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഉമ്മം കൊടുത്ത് അവൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ പിന്നാലെ റോസയും തക്കുടും ജോർജേട്ടനും ഫ്ലാറ്റിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളാണ് ആദ്യം ഇറങ്ങിയത്. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും റോസ മൊത്തം ഒന്ന് നോക്കി ഒന്ന് ഒതുക്കി ഇട്ട് കൊടുത്തിട്ടാണ് പോരുക. ഇനി ചേച്ചി തിങ്കളാഴ്ചയല്ലേ വരിക.
അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണതിന് മുമ്പ് നമ്മുടെ ഡിവൈൻ ആ മാല എടുത്തിട്ട് റോസയുടെ കഴുത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ റോസ പറയായിരുന്നു ഞാനൊരു സ്ഥാനാർത്ഥിയുടെ ലുക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഡിംപിൾ പറയാം സ്ഥാനാർത്ഥി മാത്രമല്ല റോസ ചേച്ചി, തമിഴ്നാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഇരുത്തിയിട്ട് മാലയിടുന്ന ഒരു സംഭവം ഉണ്ടെന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര തമാശ. അപ്പോൾ അവൾ വേഗം അവൻ്റെ കഴുത്തിലിട്ട് കൊടുത്തു കാണാൻ പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. അവസാനം ഈ മാല ഞാൻ ഇപ്പോൾ കിടക്കണതിൻ്റെ തൊട്ട് മുമ്പാണ് ജസ്റ്റ് നോക്കിയപ്പോൾ എവിടെയാണ് കിടക്കണമെന്നുള്ളത് നിങ്ങൾക്കും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. കാരണം നമ്മൾ പറയില്ലേ, നമ്മൾ ചില മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാല ഇങ്ങനെ എറിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കഴുത്തിൽ ചെന്ന് വീഴുക എന്നുള്ള ഒരു സംഭവമുണ്ട്. സംഭവം എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല, സംഭവം അവിടെ വന്ന് വീണു. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ ഇറങ്ങുന്ന നേരത്ത് ഞങ്ങൾ 3 പേര് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ റോസേനെ ഫോട്ടോ എടുക്കാൻ വിളിച്ചതാണ്, എൻ്റെ ചേച്ചിയുടെ ഒരു സ്ഥാനത്ത് നിന്നിട്ട്. അവൾക്കത് ടപ്പെന്ന് മനസ്സിലായി. അവൾക്ക് അത് ഭയങ്കര സങ്കടം മൂപ്പർക്ക് ഇപ്പോഴും. അപ്പോൾ അവൾ വേഗം പറഞ്ഞു, അപ്പോൾ ഡിംപിൾ കളിയാക്കി പറഞ്ഞു 40+ ഉള്ളവരാണ് ഈ ഫോട്ടോ എടുക്കണേന്ന്. അപ്പോൾ അവൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒക്കെ തമാശ, ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വിളിച്ച് കൊണ്ടുവന്ന്. അപ്പോൾ റോസയ്ക്കും ഡോണിനും വയസ്സ് കൂടിയ ഭയങ്കര പേടിയാണ്, അവർക്ക് പറയാൻ ഇഷ്ടമല്ല വയസ്സ് കേട്ടോ. അങ്ങനെയാണ്, അതുകൊണ്ട് അവരെ എപ്പോഴും കളിയാക്കും ഞങ്ങൾ. അങ്ങനെ ഡിംപിളും ഡിവൈനും ഇവരും കൂടി വന്നാൽ ഞങ്ങളുടെ കോളം പൂർത്തിയാവുള്ളൂ. ശരിക്ക് അന്നയും കൂടി ഉണ്ട്, അന്നയും ഇഞ്ചിലും കൂടി ഉണ്ട്. പക്ഷെ അവർ എപ്പോഴും നമ്മുടെ കൂടെ ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടുമ്പോൾ ഞങ്ങൾ ഈ 5 പേര് വന്നാലാണ് ഞങ്ങൾക്കൊരു സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ചേച്ചിയുടെ അവിടെ ഇറങ്ങുമ്പോൾ ഉള്ളതാണ് മാതാവ് തിരുകുടുംബം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളിതാ വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് വന്നത്. പോകുമ്പോഴും നിങ്ങൾ കണ്ടതല്ലേ, എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പോയത്, ക്ലിയർ ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതേ ഇവിടെ കെസ് ബേബിക്ക് നാളെ വെക്കാനുള്ള പൂവാണത്. അത് കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി. കുളിയും ജപമൊക്കെ കഴിഞ്ഞൊക്കെ അവരൊക്കെ കിടക്കാൻ പോയി. അപ്പോൾ ഞാൻ പതിവ് പോലെ വന്നപ്പോൾ നമ്മുടെ കാറിൻ്റെ തോന്നിട്ട് കാറിൻ്റെ സ്കൂട്ടറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാറിൻ്റെ അല്ല കേട്ടോ, സ്കൂട്ടറിൻ്റെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പട്ടികൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വന്ന് അതൊന്ന് ഓഫ് ചെയ്തിട്ടു. കാരണം അത് ഞാൻ ഡോണിനോട് വെച്ചപ്പോൾ അത് ഓഫ് ചെയ്തോളാൻ പറഞ്ഞു. ഓഫ് ചെയ്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളം വെച്ചു. അപ്പോൾ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റസ്ക് ഇടാനുള്ള ബോട്ടിൽ മാത്രം ഇപ്പുറത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ പരിപാടികൾ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 12:15. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തക്കുടു വിളിച്ചിട്ടുണ്ടായിരുന്നു. അക്കിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ എന്ന്. കാരണം ചേച്ചിയില്ല അവിടെ, അപ്പോൾ അവർ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസമ്മായി കൊണ്ടുവന്ന കവറ് പൊളിച്ചപ്പോൾ 2 പേർക്കുള്ള ബുക്സാണ് കേട്ടോ, കളറിങ് ബുക്കൊക്കെയാണ്. അപ്പോൾ അതവിടെ വെച്ച് ഞാൻ രാവിലെ വന്നിട്ട് കുട്ടികൾ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മളുടെ നേരത്തെ വന്ന സ്റ്റോൺസാണ്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. മറ്റേ ടിഷ്യൂ പേപ്പർ എനിക്ക് കുറേ പണിയുണ്ട് ശരിക്കും. ഒരാളെ കൊണ്ടുവന്ന് ഫുൾ ഡേ നിന്ന് ചെയ്യിക്കേണ്ട പണികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞു. എനിക്ക് എന്താ പറയുക, മനസ്സിന് വളരെ സന്തോഷം തോന്നിയ ഒരു ദിവസം. നമ്മൾ പറയില്ലേ, ഇനിയിപ്പോൾ ഡിമ്പിളുടെ മോനൊക്കെ വലുതായി ഇത്രയ്ക്ക് ആകുമ്പോഴേക്കും നമ്മളൊക്കെ ഉണ്ടോയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുള്ള സമയത്ത് ഉള്ള പോലെ സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ റോസയുടെ കഴുത്തിൽ അല്ലെങ്കിൽ തക്കുടുവിൻ്റെ കഴുത്തിൽ ആ മാല കിടക്കണ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ഞാൻ പോലും അറിയാണ്ട് അത് നടന്നു. ആ ഫോട്ടോ ഇന്ന് ഞാൻ ജോർജേട്ടൻ സ്റ്റാറ്റസ് ഇട്ട് കണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അപ്പോൾ അതാ പറയണത്, നമ്മൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും മനസ്സിൽ നിറഞ്ഞൊരാഗ്രഹം സത്യമാണെങ്കിൽ അത് ദൈവം അത് നടത്തി തരും എന്ന് പറയണത്. ഇതാണ് ആ പറഞ്ഞ മാലയും പൂവും കണ്ടോ. അപ്പം ഞാൻ ഇത് കൊടുത്തെങ്കിലും തക്കുടും അത് കൊണ്ടുപോയി വീട്ടിൽ പോയിട്ട് അത് അമ്മമ്മയ്ക്ക് മാലയിട്ട് പൂവും വെച്ചു.